അപ്പോൾ ഇത് പാർട്ട് 2 വിശേഷമാണ് കേട്ടോ ഇപ്പോൾ കാണുന്നത്. കുറച്ച് കാന്താരിമുളക് വീട്ടിലേക്ക് എടുക്കാനുണ്ടായിരുന്നു. വിനാഗിരിയിൽ ഇട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ലതാണല്ലോ ഉച്ചയ്ക്ക് കഴിക്കാനായിട്ടൊക്കെ. കൊളസ്ട്രോളിനൊക്കെ നല്ലതാണ് കാന്താരിമുളക്. പിന്നെ ഇപ്പോൾ കാണുന്നത് പാടമാണ് കേട്ടോ. പിന്നെ വെള്ളമൊക്കെ നിറഞ്ഞിട്ട് നടക്കാനൊന്നും പറ്റില്ല. പിന്നെ പുട്ടും കടലയാണ് ഇവിടെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ്. ഉച്ചയ്ക്ക് പരിപാടി ഉള്ളതുകൊണ്ടിട്ട് ഇവിടെ ഉച്ചയ്ക്കൊന്നും ഉണ്ടാക്കുന്നില്ല കേട്ടോ. ഞാനിപ്പോൾ ഉള്ളത് അമ്മായിയുടെ വീട്ടിലാണ്. പിന്നെ അതിൻ്റെ വീടിൻ്റെ ബാക്ക് വശമാണ് ഇപ്പോൾ കാണുന്നത്. ഫുള്ള് പാടങ്ങളാണ് കേട്ടോ വീടിൻ്റെ ബാക്ക് വശം. പിന്നെ ഫ്രണ്ടിലാണെങ്കിലും അത്യാവശ്യം സ്ഥലങ്ങളൊക്കെ തന്നെ ഉണ്ട്. ഓരോ ചെടികളൊക്കെ തന്നെ ഉണ്ട് കേട്ടോ. മരങ്ങളും ചെടികളും ഒക്കെ കാണാനുണ്ട്. ഇതാണ് ഇപ്പോൾ വീടിൻ്റെ ഫ്രണ്ട് വശം ഇപ്പോൾ കാണുന്നത്. പിന്നെ നമ്മളെല്ലാവരും ഒരുങ്ങിയിട്ട് നേരെ മദ്രസ ഹാളിൽ പോയി. അവിടെ ആയിരുന്നു കേട്ടോ ഫുഡ്. അപ്പോൾ എല്ലാവരും ഫുഡൊക്കെ കഴിച്ചു. കുറച്ച് റെസ്റ്റൊക്കെ എടുത്ത് വീട്ടിലേക്ക് തന്നെ നമ്മൾ തിരിച്ചു പോയി. പിന്നെ അവിടെ നിന്ന് നമ്മളൊരു സ്ഥലം ഉണ്ടായിരുന്നു, മാരേക്കാട് എന്ന് പറഞ്ഞ സ്ഥലം. അടിപൊളി എന്ന് പറഞ്ഞാൽ രക്ഷയില്ലാത്ത അവിടെ അടിപൊളി സ്ഥലമാണ് കേട്ടോ. ഒത്തിരി ആളുകൾ കാണാൻ വരുന്ന ഒരു സ്ഥലം തന്നെയാണ് കേട്ടോ. ഞാൻ ആദ്യമായിട്ടാണ് ഇവിടെ വരുന്നത്. പക്ഷേ എനിക്ക് ഒത്തിരി ഇഷ്ടമായി. എനിക്ക് അവിടെ നിന്ന് വരാൻ തന്നെ തോന്നിയില്ല. കാരണം ഫോട്ടോസ് തന്നെ കുറേ ഉണ്ടായിരുന്നു എടുക്കാനായിട്ട്. പിന്നെ അതേപോലെ തന്നെ നമുക്കിപ്പോൾ ഫോട്ടോഷൂട്ടൊക്കെ എടുക്കാൻ പറ്റിയ നല്ല അടിപൊളി സ്ഥലമാണ്. പിന്നെ ഇതിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ സൈഡിൽ കൂടെ നടക്കുമ്പോൾ മുള്ളുകളുണ്ട് ഇഷ്ടംമാതിരി. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക. കാരണം എൻ്റെ കയ്യിലൊക്കെ കുറേ മുള്ള് കയറിയിട്ടുണ്ടായിരുന്നു. ഒരു ചെടിയാണ്, എന്ത് പേരാണെന്നൊന്നും എനിക്കറിയില്ല. ചെടിയുടെ മുള്ളുകൾ കയറി കുറേയൊക്കെ ചോരയൊക്കെ ഉണ്ടായിരുന്നു കയ്യിൽ. പിന്നെ ഇപ്പോൾ കാണുന്നത് കണ്ടില്ലേ, നല്ല ഭംഗിയുള്ള പാടങ്ങളും വെള്ളമൊക്കെ തന്നെ കണ്ടില്ലേ. താമരയൊക്കെ ഫുള്ള് എന്താ പറയുക, ഫോട്ടോ ഒക്കെ എടുക്കാൻ നല്ല അടിപൊളി സ്ഥലം തന്നെയാണ്. ഇവിടെ തന്നെ നമുക്ക് ചായ കുടിക്കാനൊക്കെ ആയിട്ടുള്ള ഒരു സ്പേസ് ഒക്കെ തന്നെ ഉണ്ട്. ഇതാണ് ഇപ്പോൾ ഈ കാണുന്നത്, ഒരു ഷോപ്പാണ്. പേരൊന്നും എനിക്കറിയില്ല, ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നില്ല. എന്നാലും എനിക്ക് അവിടെ ഒത്തിരി ഇഷ്ടമായിട്ട് നല്ലൊരു ആംബിയൻസ് തന്നെയായിരുന്നു. മുളക് ബജിയൊക്കെ കഴിക്കുന്നുണ്ട്. കസിൻസൊക്കെ ഉണ്ടായിരുന്നു കൂടെ. പിന്നെ വീട്ടിലേക്ക് തിരിച്ചു വന്ന് രാത്രിയായി. അപ്പോൾ വീട്ടിൽ ബിരിയാണി ഉണ്ടായിരുന്നു, ചിക്കനും ഉണ്ടായിരുന്നു. പിന്നെ മുട്ട നമുക്കൊരു ഗ്രേവി ആക്കി എടുത്തിട്ടുണ്ടായിരുന്നു കഴിക്കാനായിട്ട്. അപ്പോൾ ഇത്രയൊക്കെ തന്നെയുള്ളൂ കേട്ടോ ഒരു വിശേഷങ്ങൾ. രാത്രിയായി, എല്ലാവരും ഫുഡൊക്കെ കഴിക്കാനായിട്ട് നിന്ന്. പിന്നെ ഞങ്ങളെല്ലാവരും കിടന്ന് നല്ലൊരു ദിവസം തന്നെയായിരുന്നു കേട്ടോ. പിന്നെ വെളുപ്പായി. ഞങ്ങൾ നേരെ വീട്ടിലേക്ക് പോകാനായിട്ട് ട്രെയിൻ കാത്ത് നിൽക്കുന്നതാണ് കേട്ടോ. നമ്മൾ കുട്ടികൾക്കൊക്കെ സ്കൂളും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ അതുകൊണ്ടിട്ട് മൺഡേ തന്നെ ഞങ്ങൾ വീട്ടിലേക്ക് തന്നെ തിരിച്ചു കേട്ടോ. അപ്പോൾ ഈ 2 ദിവസം നല്ലൊരു അടിപൊളി ദിവസം തന്നെയായിരുന്നു. അപ്പോൾ എൻ്റെ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു കേട്ടോ.